ക്ലീവേജ് എന്ന് വെച്ചാൽ മുലയുടെ ഇടവ്, അതാണ് ഈ ക്ലീവേജ് എന്ന് പറയുന്ന സാധനം. അല്ലേ നേരത്തെ പോലെ മാറിപ്പോണ്ട. നേവലി എന്ന് പറയുന്നത് വെച്ചാൽ പൊക്കിളിനെയാണ് നേവൽ എന്ന് പറയുന്നത്. ഈ സാധനത്തിന്റെ അളവും ഇതും അതിന്റെ എവിടെയൊക്കെയാണ് എന്തൊക്കെ കാണുന്നത് എന്നനുസരിച്ചിട്ടല്ല എന്നെ വിലയിരുത്തുന്നത്. അങ്ങനെ വിലയിരുത്തുന്ന കുറെ ഒരു 10% താഴെയുള്ള ആൾക്കാരാണ് അത്. അവർ എന്നും അവിടെ ഞാൻ നേരത്തെ പറഞ്ഞ അവിടെ ഇരുന്നിട്ട് അങ്ങനെ പറഞ്ഞു അവിടെ ഇരുന്നങ്ങ് ചാവേ ഉള്ളൂ. അവരെ നോക്കി ജീവിക്കാൻ നിന്ന് കഴിഞ്ഞാൽ. ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ കണ്ടല്ലോ. ഇതാണ് ഒരു ആക്ട്രസ് ആണെന്നാ പറയുന്നത്. ജിപ്സ ബീഗം എന്നാണ് ഈ ഒരു ലേഡിയുടെ പേര്. കഴിഞ്ഞ ദിവസമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഇവരുടെ ഒരു വീഡിയോസ് ഒക്കെ ഭയങ്കര വൈറലായിരുന്നു. അതായത് ഇവരൊരു സാരിയൊക്കെ കൊടുത്ത്, ഒരു നീല സാരിയൊക്കെ കൊടുത്ത് അങ്ങോട്ട് വരുന്നത് എന്തോ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് എത്തുന്നു. അപ്പൊ ഇതുപോലുള്ള നടിമാരൊക്കെ വരുമ്പോൾ നമുക്കറിയാലോ, കുറെ അധികം ലോക്കൽ ചാനലുകാർ ക്യാമറയും തൂക്കി ഇവരുടെ പുറകെ അങ്ങ് പോകും. അങ്ങനെ ഇവരുടെ കുറച്ച് വീഡിയോസ് ഒക്കെ ഇൻസ്റ്റഗ്രാമിലൊക്കെ നല്ല വൈറലായിരുന്നു. അപ്പൊ എന്തായാലും അതുപോലെ തന്നെ ഇവര് പറഞ്ഞ ഒരു കാര്യമാണ്, കുറച്ച് അതായത് ക്ലീവേജിന്റെ കുറച്ച് ഭാഗം കാണിച്ചുകൊണ്ടോ അല്ലെങ്കിൽ പൊക്കിളിന്റെ കുറച്ച് ഭാഗം കാണിച്ചുകൊണ്ടോ അതൊന്നും കാണിച്ചു എന്നത് കണ്ട് ആരും എന്നെ വിലയിരുത്തരുത്. അതായത് ഇവര് പറഞ്ഞു വെക്കുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർ ആ ഒരു രീതിയിലാണ് ഡ്രസ്സ് ധരിക്കുന്നത് എല്ലാം. കാരണം ഈ പറയുന്ന ഭാഗങ്ങളെല്ലാം നല്ല രീതിയിൽ കാണിച്ചുകൊണ്ട് തന്നെയാണ് ഈ ഒരു സ്ത്രീ സാരി ആയിക്കോട്ടെ അല്ല ഏത് വസ്ത്രമാണെങ്കിലും ആ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഇവരുടെ ഓൾമോസ്റ്റ് ഞാൻ ഇവരുടെ ഫോട്ടോസൊക്കെ കണ്ടതിലെല്ലാം അങ്ങനെ തന്നെയാണ്. അപ്പോൾ പുള്ളിക്കാരിക്ക് അങ്ങനെ നടക്കാനാണ് ഇഷ്ടം. ഇപ്പൊ പറഞ്ഞ പോലെ അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് കുറച്ചൊക്കെ ഒന്ന് എക്സ്പോസ് ചെയ്ത് നടക്കാനാണ് ആ ചേച്ചിക്ക് ഇഷ്ടം, ആ ഒരു ആക്ട്രസിന് ഇഷ്ടം. അപ്പൊ അത് കണ്ട് ആരും ഒന്നും പറയാൻ പാടില്ല. അതാണ് അവര് പറഞ്ഞത്. അവരങ്ങനെ നടക്കുമ്പോൾ ഇത് കണ്ടിട്ട് കുറെ അധികം ആൾക്കാർ അവരുടെ ആ ഒരു ഡ്രസ്സിങ് കണ്ട് അവരെ വിലയിരുത്തും. സത്യമാണ്. കാരണം ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു രീതിയിൽ തന്നെ ഡ്രസ്സ് കാര്യങ്ങളൊക്കെ ധരിക്കുന്നവരാ. ഇവരുടെ പേരൊന്ന് അടിച്ചു കൊടുത്താൽ മതി, ജിപ്സ ബീഗം എന്ന് അടിച്ചു കൊടുത്താൽ തന്നെ ഇവരുടെ ഇതുപോലുള്ള നല്ല നല്ല ഫോട്ടോസ് അങ്ങനെ വരും. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി, ചേച്ചി ഇങ്ങനെ കടന്ന് പ്രസംഗിക്കണം എന്നുണ്ടെങ്കിൽ ചേച്ചി ഈ ഒരു രീതിയിലൊക്കെ ഡ്രസ്സ് ചെയ്യുന്ന ഒരാൾ തന്നെയാണ്. ഇപ്പൊ കണ്ടില്ലേ, കുറച്ച് ഇവിടെ കാണിച്ചുകൊണ്ട് അല്ലെ കുറച്ച് അവിടെ കാണിച്ചുകൊണ്ടൊക്കെ എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല. അപ്പൊ ചേച്ചി പറയുന്നത് എല്ലാവരും അതുപോലെയൊക്കെ നടക്കണമെന്നാ പറയുന്നത്. ചേച്ചിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അതുപോലെ അങ്ങ് നടന്നാൽ പോരെ. പിന്നെ ചേച്ചി ഇങ്ങനെയൊക്കെ സോഷ്യൽ മീഡിയയിലേക്ക് ഇതുപോലെ ചിലപ്പോൾ അവിടവും കാണിച്ച് ഇവിടവും കാണിച്ച് വീഡിയോസോ ഫോട്ടോസോ ഒക്കെ ഇടുമ്പോൾ ചിലപ്പോൾ ആൾക്കാർ അതിന് കമന്റ് ചെയ്യും. അത് കണ്ട് ചേച്ചി എന്താ പറയുക, ഭയങ്കരമായിട്ട് ദേഷ്യപ്പെട്ടിട്ടോ അല്ലെങ്കിൽ ഭയങ്കര അങ്ങ് പ്രതികരിച്ചിട്ടോ ഒന്നും ഒരു കാര്യവുമില്ല. ഈ കഴിഞ്ഞ ദിവസം ഈ പറയുന്ന ചേച്ചി നമ്മുടെ രേണു സുധിയെ സപ്പോർട്ട് ചെയ്തിട്ട് സോഷ്യൽ മീഡിയയിൽ അത് ഭയങ്കര ചർച്ചയായിരുന്നു. രേണു സുധി ഇച്ചിരി വയറ് കാണിച്ചാൽ എന്താ കുഴപ്പം, ഇച്ചിരി പുക്കിള് കാണിച്ചാൽ എന്താ കുഴപ്പം, ആ കുട്ടിയുടെ പുക്കിള് കാണാൻ ഭംഗി ഉണ്ടായിട്ടല്ലേ കാണിക്കുന്നത്, അതിനെന്താ കുഴപ്പം? കാരണം എന്തുവാ, രേണുവിനെ സപ്പോർട്ട് ചെയ്യാനുള്ള കാരണം എന്തുവാ? ചേച്ചി ഈ ഒരു രീതിയിലൊക്കെയാണ് കാണിച്ച് ജീവിക്കുന്നത്. അപ്പൊ പിന്നെ മറ്റൊരാള് അതുപോലെ കാണിക്കുമ്പോൾ അത് നല്ല എന്നല്ലേ ചേച്ചി പറയത്തുള്ളൂ. എന്തായാലും കൊള്ളാം, കഷ്ടം തന്നെ അല്ലേ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഈ ചേച്ചി പറയുന്നതിനോടൊരു 100% പോലും എനിക്ക് യോജിക്കാൻ കഴിയില്ല. കാരണം ഈ ചേച്ചി പറയുന്നത് ആ ചേച്ചി നടക്കുന്ന രീതിയും കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അപ്പൊ എല്ലാവരും ആ ഒരു രീതിയിൽ നടക്കണമെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. ഇഷ്ടമുള്ളവരൊക്കെ അതുപോലെ അവിടെ ഇവിടവും കാണിച്ച് പ്രദർശിപ്പിച്ച് നടക്കും. അടക്കം ഒതുക്കുള്ള സ്ത്രീകൾ അതുപോലെ പ്രദർശിപ്പിച്ച് നടക്കാറില്ല. അപ്പൊ എന്തായാലും ചേച്ചി പറഞ്ഞതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. പിന്നെ അതുപോലെയൊക്കെ കാണിച്ച് നടക്കുമ്പോഴത്തേക്ക് ആൾക്കാർ അതിന് കമന്റ് പറയും. അവര് എന്താ പറയുക, ചിലപ്പോൾ തെറി പറഞ്ഞെന്നിരിക്കും. അതൊക്കെ സഹിക്കാമെങ്കിൽ മാത്രമേ അതുപോലുള്ള വസ്ത്രം ധരിച്ച് പുറത്തേക്ക് ഇറങ്ങാവുള്ളൂ. എന്തായാലും കഷ്ടം തന്നെ. ഈ പറയുന്ന ജിപ്സ ബീഗം പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? കമന്റ് ചെയ്യാൻ മറക്കരുത്.